ഹലോ, കുഴച്ച് വേവിച്ച കപ്പയും ചെണ്ടം പുഴുങ്ങിയ കപ്പയൊക്കെ മടുത്തില്ലേ? ഒന്ന് മാറ്റി പിടിച്ചാലോ? ഇന്ന് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാം. കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി നുറുക്കി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കുക. കപ്പ നന്നായി വെന്ത് വരുമ്പം അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതൊരു ഉരുളിയിലേക്ക് മാറ്റി അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കുക. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും പാൽ ചേർത്തപ്പോൾ. ഇനി അതിലേക്ക് 3 പച്ചമുളകും 2 ചെറിയുള്ളിയും ചതച്ച് ചേർക്കുക. ഒപ്പം തന്നെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഈ പച്ചമുളകിൻ്റെയും ചെറിയുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് ഈ പാലിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അതുപോലെ തന്നെ കപ്പയിലേക്കും പിടിക്കും. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇപ്പോഴിത് നമ്മുടെ പാൽക്കപ്പ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവിടണം. വെളിച്ചെണ്ണയിൽ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചെറിയുള്ളിയും ഒപ്പം തന്നെ 2 വറ്റൽ മുളകും കൂടി ഇട്ട് ഒരു വറവ് പാസ്സാക്കിയാൽ പാൽക്കപ്പ ഇവിടെ റെഡിയാണേ.